നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങളുമായി മധുരം നൽകിയും ചായ വിളമ്പിയും BJPയുടെ ആഘോഷം. കയ്പമംഗലത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ്. 3 പീടികയിൽ ഒരു ഹോട്ടൽ അടപ്പിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. അധ്യാപകർക്കായി വലപ്പാട് BRCയിൽ നടന്നുവന്ന പരിശീലന ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യവുമായി മധുരം നൽകിയും ചായ വിളമ്പിയും BJPയുടെ ആഘോഷം. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകർ ലഡു വിതരണം ചെയ്യുകയും നമോ ടീ സ്റ്റാൾ തുറന്ന് ചായ വിളമ്പുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ നമോ ടീ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. P ഉണ്ണികൃഷ്ണൻ, TB സജീവൻ, ഇറ്റിത്തറ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീനാരായണപുരം ആല വാസുദേവ വിലാസം വളവിൽ BJP പ്രവർത്തകർ നരേന്ദ്രമോദിക്ക് പാലഭിഷേകം നടത്തി. മോഡിയുടെ കട്ടൌട്ടിലാണ് പാലഭിഷേകം നടത്തിയത്. നമോ ടീ സ്റ്റാൾ തുറന്ന് ചായ വിതരണം നടത്തിയും പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ദിനം ആഘോഷിച്ചു. जय 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 BJP जय 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 युवा मोर्चा 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 बोलो भारत माता की जय नरेंद्र मोदी की जय बोलो भारत माता की जय बोलो भारत माता की. കൊടുങ്ങല്ലൂർ നഗരത്തിൽ പോലീസ് സ്റ്റേഷൻ മൈതാനിയിലും സിവിൽ സ്റ്റേഷൻ പരിസരത്തും നഗരസഭാ പരിസരങ്ങളിലും BJP പ്രവർത്തകർ ലഡു വിതരണം നടത്തി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് തീരദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കയ്പമംഗലം, പെരിഞ്ഞനം, എടത്തിരുത്തി, ചന്ദ്രാപ്പിന്നി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനങ്ങൾ. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനങ്ങൾക്ക് കാവടിയും ശിങ്കാരിമേളവും ബാൻഡ് മേളങ്ങളും അകമ്പടിയായി. കയ്പമംഗലത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ്. 3 പീടികയിലെ ഒരു ഹോട്ടൽ അടപ്പിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. കയ്പമംഗലം പഞ്ചായത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. 3 പീടിക, അറവുശാല, പള്ളിവളവ്, കാളമുറി, ചളിങ്ങാട്, കൊപ്രക്കളം എന്നിവിടങ്ങളിലെ ബാർ, ഹോട്ടൽ, ബേക്കറി, കൂൾബാർ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. പഴകിയ പൊറോട്ട, ചപ്പാത്തി, 45 കിലോ കോഴിയിറച്ചി, 10 കിലോ താറാവിറച്ചി, 10 കിലോ മീൻകറി, 8 ലിറ്റർ എണ്ണ, 15 കിലോ അച്ചാർ, 15 ലിറ്റർ പാൽ,
15 ലിറ്റർ ജ്യൂസ് എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമായി 12,000 രൂപയും പിഴ ഈടാക്കിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെയും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ശരിയായ മാലിന്യ സംസ്കരണമില്ലാതെയും പ്രവർത്തിച്ച 22 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വൻതോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത 3 പീടികയിലെ ജയ ബേക്കറി ആരോഗ്യവകുപ്പ് അധികൃതർ അടപ്പിച്ചു. ഇവിടെ നിന്ന് മാത്രം 5,000 രൂപയും പിഴ ഈടാക്കിയിട്ടുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VH ഹബീബ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S ശരത് കുമാർ, MS ബിനോജ്, TC നജിമോൻ, AH ബിനോയ്, VD ദിവ്യ, VN നവീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വലപ്പാട് BRCയിൽ മെയ് 6 മുതൽ ആരംഭിച്ച അവധിക്കാല അധ്യാപക പരിശീലന പരിപാടിക്ക് സമാപനമായി. 3 വിഭാഗങ്ങളിലായി 500-ൽ പരം അധ്യാപകർക്ക് 5 ദിവസത്തെ പരിശീലനം നൽകിയിരുന്നു. സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർവശിക്ഷാ അഭിയാന്റെ പ്രവർത്തനം ഒരു ദശകം പിന്നിട്ട് 12 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി SSIയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ, രാജ്യത്തെ ആകമാനം പരിശോധിച്ചാൽ അതിന്റെ ഒരു ഗുണഫലം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനമായി എനിക്ക് തോന്നുന്നു നമ്മുടെ ജോയിന്റ് റിവ്യൂ മിഷൻ ഈ വർഷം 2014 വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മളിപ്പോൾ 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾ, സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ കണക്കെടുത്തപ്പോൾ 35 ലക്ഷം കുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അതിൽ നമ്മുടെ സംസ്ഥാനത്ത് 5,600 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 100% നമ്മൾ പരിപൂർണമായി കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സംവിധാനമുണ്ട്. SSIയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് EO T ജയരാജ്, KA ശർമ്മ, ജാഫർ, അബ്ദുൽ റഷീദ് എന്നിവരും സംസാരിച്ചു. യുവമോർച്ച നേതാവായിരുന്ന സജല ഘോഷിനെ BJP മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ഇതോടനുബന്ധിച്ച അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സജല ഘോഷ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 8ാമത് ചരമദിനമാണ്. ഈ 8 വർഷം അദ്ദേഹത്തിൻ്റെ വേർപാട് 8 വർഷമായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ പ്രദേശത്തെ വിവിധ രീതിയിലുള്ള എല്ലാവരുടെയും മനസ്സുകളിൽ ഇപ്പോഴും ഒരു വിഷമം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ 8 വർഷത്തിന് ശേഷമുണ്ട്. BJP മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി KA മനോജ്, വൈസ് പ്രസിഡന്റ് TS പ്രകാശൻ, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി സുദീപ് ചിറയിൽ, AT പ്രശാന്ത് എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും ഉണ്ടായിരുന്നു. എടത്തിരുത്തിയിൽ കാർ കത്തിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി കൊല്ലാറ സെന്ററിന് സമീപം മച്ചിങ്ങൽ സുഗുണനെയാണ് മതിലകം SI MK രമേശും സംഘവും അറസ്റ്റ് ചെയ്തത്. അനിഷാദുമായുള്ള വ്യക്തിവിരോധമാണ് കാർ കത്തിച്ച സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് എടത്തിരുത്തിയിലെ ബന്ധുവീട്ടിലെത്തിയ അനിഷാദിന്റെ കാർ കത്തി നശിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംശയം തോന്നിയ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ഇടവേള.